ചിക്കൻ ബ്രസ്റ്റ് റെസിപ്പി എടുക്കാൻ പോകണ്ട. ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നതാണ് ടേസ്റ്റ്. ഇങ്ങനെ പീസായിട്ട് ബോൺലെസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അതാണ്. അപ്പോൾ നമ്മുടെ പൊടി ഇതിലിട്ടു. അപ്പം നമ്മളിന്ന് അധികം ഒട്ടും എരിവില്ലാത്ത റെസിപ്പിയാണ്. അതുകൊണ്ട് കുറച്ചേശം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ്. കുറച്ചല്ല, അത്യാവശ്യം നന്നായിട്ട് ഉപ്പിടണം. എന്നാലാണ് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ഉപ്പൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ വയ്ക്കണം. അത് മതി. വറുത്തെടുക്കുന്നു. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടാം. എല്ലാം കൂടി കൂട്ടി നമ്മൾ നന്നായിട്ട് വഴറ്റി നല്ലൊരു ഒരു 2 സ്പൂൺ വെളുത്തുള്ളി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു. കസ്തൂരി മേത്തി ഇടാം. തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്നെടുത്ത് നന്നായിട്ട് ടേസ്റ്റായി ഇടണം. കാഷ്യൂ നട്ട്സ് പൊടിച്ച് ചേർക്കണം. കുറച്ചും കൂടി ക്രീം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇതും കൂടി നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ക്രീം ഞാൻ മുകളിൽ ആഡ് ചെയ്യും. അത്യാവശ്യത്തിന് പുളിയും ഒരു ചെറിയൊരു കയ്പുണ്ട്. ഇതിൻ്റെയാണ് നമ്മുടെ ഇതിൻ്റെ. ഇപ്പം ഞാനിങ്ങനെ കുറച്ച് ക്രീം ഇങ്ങനെ ഒഴിച്ചു. ഇനി കുറച്ചും കൂടി മുകളിൽ നല്ല. അപ്പം എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനിന്ന് കുറച്ച് റൈസും ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് ബീഫ്, പിന്നെ ബട്ടർ ചിക്കൻ, പിന്നെ ചിക്കൻ ഗ്രില്ല്, പിന്നെ തന്തൂരി ചിക്കൻ മസാല ഇട്ടിട്ട് കുറച്ച് ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കി. പിന്നെന്താണ്, കുറച്ച് പോർക്ക് ഉണ്ടാക്കി. അങ്ങനെ വിഭവസമൃദ്ധമായി നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ വാവയ്ക്ക് വിശക്കണമെന്നും പറഞ്ഞ് വന്നിട്ട് വാവ തന്നെ ഫുഡൊക്കെ എടുത്ത് കഴിക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിച്ചു. വളരെ നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ആശംസകളൊക്കെ അറിയിച്ച ഫോണിലൂടെയും പിന്നെ ഫേസ്ബുക്കിലൂടെയും അങ്ങനെ എല്ലാ ആശംസകളും അറിയിച്ച എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ്. Thank you. Bye.